ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവ് ഭൂമിയിലെ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം നഗരസഭയുടെ പേര് വെച്ചത് നിയമപരമായി അംഗീകരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. ക്ഷേത്രഭൂമിയിൽ നിർമ്മിച്ച ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ചുമതല ക്ഷേത്രാധികാരികൾക്കായിരിക്കുമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം കെട്ടിടത്തിൽ നഗരസഭയുടെ പേര് വെച്ചത് ചോദ്യം ചെയ്ത് ഹിന്ദു ഐക്യവേദി നേതാവ് PN ശ്രീരാമൻ നൽകിയ ഹർജിയിലാണ് ക്ഷേത്രഭൂമിയിൽ നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ നടത്തിപ്പും ചുമതലയും ക്ഷേത്രാധികാരികൾക്കായിരിക്കുമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. പൊതു ഉപയോഗത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിപ്പും പരിപാലനവും നിർവഹിക്കുന്ന ശുചിമുറി കോംപ്ലക്സുകൾ ദേവസ്വം വക ക്ഷേത്രഭൂമിയിൽ അനുവദനീയമല്ലെന്നും ഉത്തരവിൽ പറയുന്നു. ക്ഷേത്രഭൂമിയിൽ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം പണിയാൻ ക്ഷേത്രം ട്രസ്റ്റിയും നഗരസഭയും തമ്മിലുണ്ടാക്കിയ കരാർ ചോദ്യം ചെയ്തായിരുന്നു PN ശ്രീരാമൻ ഹർജി നൽകിയിരുന്നത്. ഹർജിയിൽ ജസ്റ്റിസ് അനിൽ K നരേന്ദ്രൻ, ജസ്റ്റിസ് G ഗിരീഷ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ നടത്തിപ്പ് ചുമതല ക്ഷേത്രാധികാരികൾക്കായിരിക്കുമെന്ന് നേരത്തെ തന്നെ ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ഇത് അന്തിമമാക്കിയാണ് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിറക്കിയത്. കരാർ പ്രകാരം നടത്തിപ്പ് പരിപാലന ചുമതല നഗരസഭയ്ക്കാണെന്നും ഇതിന് കുടുംബശ്രീയെ നിയോഗിക്കാൻ അവകാശമുണ്ടെന്നും നഗരസഭ വിശദീകരിച്ചെങ്കിലും ക്ഷേത്രം വക 5 സെന്റ് ഭൂമിയാണ് ഉപയോഗിച്ചതെന്ന് കരാറിൽ വ്യക്തമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തി. ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് നഗരസഭയ്ക്ക് ചിലവായ തുകയുടെ കാര്യത്തിൽ മലബാർ ദേവസ്വം ബോർഡ് 2 മാസത്തിനകം ഉചിതമായ തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അതേസമയം ടോയ്ലറ്റ് സമുച്ചയം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൽ ഹൈക്കോടതി തടസ്സമൊന്നും പറഞ്ഞിട്ടില്ലെന്നും നഗരസഭ ഇതൊരു ബിസിനസ്സായി കാണുന്നില്ലെന്നും നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ പറഞ്ഞു. ഉടമസ്ഥാവകാശം സംബന്ധിച്ചാണ് ഇപ്പോഴത്തെ വിധി. ഇതിൽ മറ്റു നടപടികളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. വിധി പകർപ്പ് ലഭിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കാമെന്നും ചെയർമാൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 30-ന് മന്ത്രി MP രാജേഷാണ് ഈ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്.